ഹായ് ഫ്രണ്ട്സ്, ഒരു മസാല ദോശ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പലതരം മസാല ദോശ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മുട്ട വെച്ചുള്ള ഒരു മസാല ദോശയുടെ റെസിപ്പിയാണ്. ഏറെക്കുറെ പേർക്ക് അറിയാമെന്ന് തോന്നുന്നു, എന്നാലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി വളരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. തക്കാളി ഒരു ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, ഒരു ക്യാബേജിൻ്റെ ചെറിയൊരു പീസ് ചെറുതായി അരിഞ്ഞത്, സവാള ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലും ചെയ്യാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചേർക്കുന്നത് സവോളയും ക്യാരറ്റുമാണ്. അതാണ് കുറച്ചൊന്ന് വഴണ്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്ന സാധനം. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വേവണ്ട. ഒരു 2 മിനിറ്റോളം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാൻ തുടങ്ങും. അതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞിട്ട് നമ്മളിട്ടിരിക്കുന്ന സവോളയും ക്യാരറ്റും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ട് അത് ഡ്രൈ ആവാൻ തുടങ്ങും. ആ സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, ക്യാബേജ്, തക്കാളി ഇവയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുരുമുളക് പൊടിയും മുളക് പൊടിയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പച്ചമുളകും കൂടി അതാണ് ഇടാതിരുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പച്ചമുളകും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ടൈമിൽ വേറെ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ഒന്ന് വേവിച്ചിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഈ ഒരു ടൈമിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, ചെറിയൊരു ക്രിസ്പിനെസ് ഇതിനകത്ത് വേണം. അപ്പം നമുക്ക് ഒന്ന് വഴറ്റി ചെറുതായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഏകദേശം ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് 2 ടീസ്പൂണാണ് 2 ടീസ്പൂൺ അളവിന് മുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ചതച്ച കുരുമുളകാണ്, അത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും മസാലകൾ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 3 മിനിറ്റോളം ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇപ്പം മസാല എല്ലാം അതിൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, മുട്ട ഇതിലേക്ക് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 മസാലകളിൽ കുറച്ച് സ്പേസ് നടുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് മസാല രണ്ടും ഇച്ചിരി മാറ്റി ഒന്ന് വെച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ടയും നല്ലതുപോലൊന്ന് അടിച്ച് നല്ലതുപോലൊന്ന് പതപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ഞാനിങ്ങനെ അടിച്ചെടുത്തപ്പോഴേ ഞാൻ കുറച്ചൊരു ഉപ്പ് ചേർത്തിട്ടുണ്ട് മുട്ടയിൽ. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ ഒരു സൈഡൊന്ന് ചെറുതായിട്ട് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിനെ ഒന്ന് ചിക്കിയെടുക്കാം. ചെറിയ പീസസ്, ഒരുപാടങ്ങ് വലിയ പീസസ് ആയിട്ട് എടുക്കരുത്, ചെറിയ കുറച്ച് പീസസ് ആയിട്ട് നമുക്കിതിനെ ഒന്ന് ചിക്കിയെടുക്കാം. ഇപ്പം നമ്മളതെല്ലാം ചിക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് അവസാനമായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാല കൂടിയിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ട മസാല എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെ മസാല ദോശ ആക്കിയെടുക്കാവുന്നതെന്ന് നമുക്ക് നോക്കാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലയുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്.
ഇനി ഇത് കുട്ടികൾക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമുക്കിത് മസാല എല്ലാം ദോശയ്ക്കകത്ത് ഫില്ല് ചെയ്യുന്ന ടൈമിൽ കുറച്ച് മൊസറല്ലയുടെ ചീസും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദോശ നല്ല ചീസി ആയിട്ടുള്ളൊരു ദോശയായി മാറും. കുട്ടികൾക്കൊക്കെ വളരെയധികം ആ ദോശ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ഇതെങ്ങനെ ദോശയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ദോശക്കല്ല് ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പം പിന്നെ നിങ്ങൾ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ദോശക്കല്ലങ്ങ് ഒരുപാട് ചൂടാവാൻ നിൽക്കരുത്. ഒരുപാട് ചൂടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാവ് നല്ല ഷേപ്പിന് പരത്തിയെടുക്കാൻ ഒക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇൻ കേസ് ദോശക്കല്ല് ഒരുപാട് ചൂടായി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പം ദോശക്കല്ല് കറക്റ്റ് ഒരു ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ദോശമാവ് നല്ലതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ദോശയുടെ ഒരു സൈഡൊന്ന് വെന്ത് വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലാണ് ഇപ്പോഴും ഉള്ളത്. നമുക്കതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ അതിൻ്റെ ചുറ്റും നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. ദോശ നല്ലതുപോലെ ഇളകി വരാനും ദോശയുടെ ആ ഒരു തിരിച്ചിട്ടിരിക്കുന്ന സൈഡ് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ആ നെയ്യെല്ലാം ഒന്ന് ഒഴിച്ച് ചെറുതായിട്ടൊന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന ടൈമിൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കെച്ചപ്പ് ആദ്യമേ കെച്ചപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല മുട്ടയുടെ മസാലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ദോശയെല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഒന്നാമത്തെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതേപോലെ നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ ദോശക്കല്ല് നല്ലതുപോലെ ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു കല്ലൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ദോശമാവ് കോരി ഒഴിച്ച് ഷേപ്പിൽ പരത്തിയെടുക്കുക. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ദോശക്കല്ല് നല്ലതുപോലെ ചൂടായിരിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ദോശയുടെ മസാല ദോശയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാനൊക്കത്തില്ല. അത് കാരണം ദോശക്കല്ല് എപ്പോഴും നല്ല ചൂട് കുറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രം ദോശക്കല്ലിൽ നിങ്ങൾ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നമ്മൾ ആദ്യമത്തെ ദോശ ചുട്ടതുപോലെ തന്നെ നെയ്യ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക. ഷേപ്പിൽ കറക്റ്റ് ഷേപ്പാക്കുക. ബാക്കി മസാലകളെല്ലാം തേച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാല ദോശകളെല്ലാം ഇതേപോലെ തന്നെ മസാലയെല്ലാം ഫില്ല് ചെയ്യുക. ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. മസാല വെക്കുക. നല്ല മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിനെ ചുട്ടെടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടെല്ലാം ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടേക്ക് കെയർ.